ഇന്നത്തെ ജയിൽ നോമിനേഷൻ പൊളിച്ചു. കാരണം ഒന്ന് അനീഷും ഒന്ന് ആദിലയുമാണ്. ജയിലിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്ന കാര്യം. ഏതായാലും ബിഗ് ബോസിൻ്റെ ക്യാമറകൾ മൊത്തം ജയിലിലേക്ക് തിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം കണ്ടൻറ്റ് മൊത്തം ജയിലിലാണല്ലോ. ആദിലെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം അനീഷിനെ ഇടിച്ചു എന്നുള്ള കാരണത്താൽ തന്നെയാണ്. അതുപോലെ അനീഷിനെ ഇടിക്കുക മാത്രമല്ല, ഒരു വമ്പൻ തെറി കൂടി അനീഷിനെ വിളിച്ചതായിട്ടാണ് അക്ബർ പറയുന്നത്. അനീഷ് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അനീഷിനോട് ആദില മാപ്പ് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഒരു വമ്പൻ പ്രശ്നത്തേക്ക് നീങ്ങാൻ അനീഷ് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല കൊടുത്തില്ല. ഏതായാലും അനീഷ് അത് ക്ഷമിക്കാനും തയ്യാറാണ്. അങ്ങനെയാണ് അനീഷിൻ്റെ ഒരു മനസ്സ്. ഏതായാലും അത് പറഞ്ഞു തന്നെയാണ് ആദിലെയും എല്ലാവരും നോമിനേറ്റ് ചെയ്തത്. അനീഷിൻ്റെ കാര്യം പറഞ്ഞത്, ആ ടാസ്കിനിടയിൽ അനീഷ് കാണിച്ചു കൂട്ടിയ ആ കുപ്പികൾ പലതും വെളുത്തെറിഞ്ഞതും, അതുപോലെ ആദിലയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ള സംശയം, അതിൻ്റെയൊക്കെ പേരിലാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്തത്. ഏതായാലും ജയിലിലേക്ക് ചെന്ന് കയറിയപ്പം തന്നെ ഇവരൊരു മധുരത്തേലാണ് തുടങ്ങിയത്. അനീഷ് ഏതായാലും തനിക്ക് കിട്ടിയ ഒരു ചോക്ലേറ്റ് കൂടെ കരുതിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചോക്ലേറ്റ് തുടങ്ങുന്ന അവരുടെ ജയിൽവാസം സത്യം പറഞ്ഞാൽ എവിടം വരെ ഒരു അടിയിൽ കലാശിക്കുമോ അതോ കുഴപ്പമില്ലാതെ ടോം ആൻഡ് ജെറി ഫൈറ്റ് പോലെ ഇങ്ങനെ നീണ്ടു നിൽക്കുമോ എന്നത് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഇന്നത്തെ മത്സരാർത്ഥികളെല്ലാം തന്നെ ഒരു കണ്ണ് ജയിലിലേക്ക് തന്നെ ആയിരിക്കും എന്ന് 100% ഉറപ്പാണ്. കാരണം അനീഷും ആദിലയുമാണ് ജയിലിൽ. അനീഷ് പ്രശ്നമില്ലെങ്കിലും ആദില ആവശ്യമില്ലാതെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് അനീഷിനൊരു പണിയാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.